ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോഹയാസ് വേൾഡ്. അപ്പോൾ കുറച്ചായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഓണത്തിന് മുമ്പായിട്ട് ഇടണമെന്ന് വിചാരിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് അതിനായിട്ട് ഈ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ടൈപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഗിയർ വെയറോട് കൂടി വരുന്ന ഈ ഒരു ഫ്ലവറാണ്. പിന്നെ നമുക്കിത് ഈ ഒരു പോളൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോൾഡൻ കളറുള്ള മെറ്റൽ ഹെയർ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്രീൻ ടാപ്പ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഈ ഒരു B7000 ഗ്ലൂവും നമ്മളതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഹെയർ ബാൻഡ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചൊക്കെ വരുത്തി ഇതുപോലുള്ളൊരു മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് അതിനായിട്ട് ഈ ഒരു ഗോൾഡൻ കളർ മെറ്റൽ ഹെയർ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ബിഗിനേഴ്സ് കിറ്റ് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് റിപ്ലൈ തരാനൊന്നും ആ ഒരു ടൈമിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓർഡർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അയച്ചവരുടെയൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ട്, അയച്ചിട്ടും ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഒരു ബിഗിനേഴ്സ് കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കിറ്റ് അയക്കുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളറ് മെറ്റൽ ഹെയർ ബാൻഡിലോട്ട് നമ്മളിതാ B7000 ഗ്ലൂ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഈ ഒരു പോളൻസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പീസ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ 2 സൈഡിലോട്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രീൻ ടാപ്പ് വേണം. അപ്പോൾ ഈ ഗ്രീൻ ടാപ്പ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ചുറ്റിയടിക്കാൻ കേട്ടോ വേണ്ടത്. ഈ ഒരു പോളൻസ് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ അതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ വേണം കേട്ടോ ഈ ഒരു ഗ്രീൻ ടാപ്പ് നമ്മൾ ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ 2-3 തവണ നല്ല ടൈറ്റിൽ തന്നെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇതുപോലെ ടൈറ്റിൽ തന്നെ നമ്മൾ 2-3 തവണ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോളൻസിൻ്റെ മുകളിലായിട്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ശേഷം നമുക്ക് ആ ബാക്കി വരുന്ന പോളൻസ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതായത് കുറച്ച് ലെങ്ത്ത് അധികമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ശേഷം നമുക്കിതാ ഈ ഒരു ടൈപ്പ് ഫ്ലവറാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു മൾബറി ഫ്ലവർ എന്ന് കേട്ടോ ഇതിനെ പറയാം. അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് സദാ ഫോം ഫ്ലവർ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലവറിന് 2 ഭാഗത്തായിട്ട് ഗിയർ വയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗിയർ വയർ വെച്ച് തന്നെ നമുക്കതിലോട്ട് ചുറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ ഓരോ ഭാഗത്തുള്ള ഗിയർ വയറും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഗ്ലൂവിൻ്റെ ആവശ്യം വരുന്നില്ല. 2 സൈഡിലായിട്ട് നമുക്ക് നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയെടുത്താൽ നല്ല ടൈറ്റിൽ തന്നെ അവിടെ ഇതേ രീതിയിൽ നമുക്ക് ഒരു പോളൻസ് ഒരു ഫ്ലവർ എന്ന രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതാ അടുത്തൊരു ഫ്ലവർ എടുത്തിട്ട് നമുക്കിതിങ്ങനെ പിരിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് 2 ലെങ്ത്തിൽ തന്നെ ഒരു ഗിയർ വയർ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ സെയിം രീതിയിൽ ഞാനിതാ ഒരു പോളൻസ് വെച്ച് കൊടുത്തിട്ട് ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ആ ഒരു പോളൻസ് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ഫ്ലവറാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് വേണ്ട ഒരു ഡിസൈൻ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു B7000 ഗ്ലൂ നമ്മളിതാ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു പോളൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ചുറ്റിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടാപ്പ് വെച്ച് ചുറ്റുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനൊരു ഗ്ലൂ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിവിടെ ടൈറ്റായിട്ട് തന്നെ നിന്നോളും. പെട്ടെന്ന് ഇളകിപ്പോയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സെയിം രീതിയിൽ നമ്മളിതാ ഒരു ഫ്ലവർ കൂടി വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ പിരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവറുമേൽ നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റേണ്ട ആവശ്യമില്ല. കാരണം അത് ആ ഒരു ഗിയർ വയറിൻ്റെ അതിൽ തന്നെ നിൽക്കുന്നതാണ്. നമുക്ക് ആ ഒരു പോളൻസിൻ്റെ മുകളിലായിട്ടാണ് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കേണ്ടത്.
അപ്പോൾ ശേഷം ബാക്കി വരുന്ന ആ ഒരു ഗ്രീൻ ടാപ്പ് ഞാനിതാ ജസ്റ്റ് ഒന്ന് സൈഡിലായിട്ട് ചുറ്റിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ട് ആ ഒരു ഗ്രീൻ ടാപ്പ് അവിടെ ഒട്ടിച്ചെടുത്താൽ മതിയാവും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കിതുപോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കളറ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മളിത് അലിഗേറ്റർ ക്ലിപ്പിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെ ചാനലിന് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.